ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മംസ് ഡെയിലി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ വീട്ടിൽ മല്ലിച്ചെടി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും കറികൾക്ക് യൂസ് ചെയ്യുന്ന ഒന്നാണ് മല്ലിയില. മല്ലിയില ഒരു മിക്ക കറികളിലൊക്കെ നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ ഇത് നമ്മൾ പുറത്തുനിന്നാണ് മേടിക്കാറ്. പക്ഷെ പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു കുഞ്ഞു ചട്ടിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ മല്ലിച്ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതോ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചിട്ട് വരുന്ന മുഴുവൻ മല്ലി ഉണ്ടല്ലോ, ആ മല്ലിയുടെ സീഡിൽ നിന്നാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി പ്രത്യേകിച്ച് എവിടെയും പോയി ഇതിൻ്റെ സീഡൊന്നും മേടിക്കാൻ നിൽക്കണ്ട. നമ്മൾ കറിക്കൊക്കെ നമ്മൾ ഇടാനും മസാലയൊക്കെ പൊടിക്കുമ്പോൾ ഇടാനുള്ള ആ മുഴുവൻ മല്ലി വെച്ചിട്ട് തന്നെയാണ് നമ്മളിന്ന് മല്ലിച്ചെടി നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പോകുന്നത്. അതും ഒരു കുഞ്ഞു ചട്ടിയിലൊക്കെ വെച്ചെന്നാൽ നല്ല അടിപൊളിയായിട്ട് അതിങ്ങനെ തഴച്ച് വളർന്നോളും. അപ്പം അതെങ്ങനെയാണെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇത്രയും മല്ലി എടുത്തിട്ടുണ്ട്, മുഴുവൻ മല്ലി. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച മല്ലി തന്നെയാണ്. പക്ഷെ മേടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണെന്ന് ഒന്ന് ഉറപ്പ് വരുത്തണം. ഒത്തിരി പഴയ മല്ലി ഒന്നും മേടിച്ചിട്ട് വരരുത്. ഒരിക്കലും ഏജ്ഡ് ആയിട്ടുള്ള മല്ലി അത് മുളയ്ക്കത്തില്ല. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയാണ് മുളയ്ക്കുള്ളൂ. അപ്പോൾ ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് വന്ന മല്ലിയാണ്. അപ്പം ഈ മല്ലിക്ക് ഇതിപ്പോൾ ചില ആൾക്കാർ ഈ മല്ലി, അതായത് ഈ മുഴുവൻ മല്ലി ഒരു 24 മണിക്കൂറോളം വെള്ളത്തിലിട്ട് അന്നേരം അത് എളുപ്പമാണ്, കുറച്ചും കൂടെ ജെർമിനേറ്റ് ചെയ്യാൻ എളുപ്പമാണെന്നാണ് പറയുക. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ ഈ മുഴുവൻ മല്ലി തന്നെയാണ് കുഴിച്ചിട്ടിട്ട് എനിക്ക് നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുഴുവൻ മല്ലി കടയിൽ നിന്ന് മേടിച്ചത് അങ്ങനെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ ഈ മല്ലി എടുക്കുമ്പം അതിനകത്ത് കണ്ടോ ഇതേപോലത്തെ ഷെല്ലുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതങ്ങ് മാറ്റി കളഞ്ഞേക്കണം. ഇതുപോലെ ഇപ്പം നമ്മൾ മല്ലിയൊക്കെ മേടിച്ച് കഴിയുമ്പം ഇതുപോലത്തെ കുറേ ഷെല്ലൊക്കെ കാണും അതിനകത്ത്. ഈ ഒരു ഷെല്ലിനകത്താണ് 2 സീഡ്സ് ആയിട്ട് നമ്മുടെ മല്ലി ഉണ്ടാവുക. അപ്പം മല്ലിക്ക് എപ്പോഴും ഒരു ഔട്ടർ ഷെല്ലുണ്ട്. ആ ഷെല്ലാണ് ഇപ്പം എൻ്റെ ഈ കയ്യിലുള്ളത്. അപ്പോൾ അത് ഞാൻ അങ്ങ് മാറ്റിയെടുത്തിട്ട് ഇതുപോലത്തെ മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഞാനിന്ന് നടാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിന് ആയിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതൊരു ടെറാക്കോട്ടയുടെ ഒരു ചട്ടിയാണ്. ചട്ടി എടുക്കുമ്പം ഒരു കുഞ്ഞ് ചട്ടി, ഒരു മീഡിയം സൈസിലുള്ളൊരു ചട്ടി എടുത്താൽ മതിയാവും. ഞാനിവിടെ മീഡിയം സൈസിനേക്കാളും ചെറിയൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ചട്ടിക്ക് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം അതിൻ്റെ താഴെ ഡ്രെയിനേജ് ഹോൾ ഉണ്ടെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ മല്ലിയിലയ്ക്ക് അങ്ങനെ ഒരു ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഡ്രെയിനേജ് നല്ലതുപോലെ വേണം. അപ്പം ഇവിടെ എടുത്തിരിക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് ഇവിടെ കമ്പോസ്റ്റ് മണ്ണ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഞാൻ താമസിക്കുന്നത് പുറത്തായതുകൊണ്ടും ഒരു തണുപ്പ് ഉള്ള രാജ്യമായതുകൊണ്ടും നമുക്കങ്ങനെ മണ്ണൊക്കെ കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നമുക്ക് ഓൾറെഡി മേടിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അങ്ങനെ മേടിച്ചിട്ടുള്ള ഒരു മൾട്ടി കമ്പോസ്റ്റാണ് ഞാനിന്ന് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നാട്ടിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് റെഡ് സോയിൽ എടുത്തേക്കരുത്. റെഡ് സോയിൽ തന്നെ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പാടില്ല. നമ്മൾ റെഡ് സോയിലിൻ്റെ കൂടെ എന്തെങ്കിലും ഈ ഒരു കൗ മാനുവറിൻ്റെ എന്തെങ്കിലും ഒരു കമ്പോസ്റ്റ് പോലെ എന്തെങ്കിലും ഇതിനകത്തും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിനകത്ത് ചട്ടിക്കകത്ത് നിറയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള മൾട്ടി കമ്പോസ്റ്റാണ്. ഇത് റെഡി ടു യൂസ് ആണ്. ഇതിനകത്ത് എല്ലാം ഉണ്ട്, ആവശ്യത്തിനുള്ള എന്താ പറയുക എല്ലാ ഫീഡും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ചട്ടിയിൽ ഞാൻ നിറയ്ക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെഡ് സോയിലിൻ്റെ കൂടെ കുറച്ച് കമ്പോസ്റ്റും കുറച്ച് മാനുവറും ഒക്കെ കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചട്ടിക്കകത്ത് നിറയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിപ്പം പശുവിൻ്റെ ചാണകമൊക്കെ ഉണ്ടെങ്കിൽ ചാണകപ്പൊടിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ റെഡ് സോയിലിൻ്റെ കൂടെ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ചട്ടിയിൽ ഇടാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ ഇങ്ങനെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിട്ട്, ശരിക്കും ഉള്ളത് ഒക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായി എന്നുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ റെഡി ടു യൂസ് എന്നുള്ള തരത്തിൽ മൾട്ടി കമ്പോസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ഇതിനകത്ത് നിറയ്ക്കുന്നത്. നമ്മളിനി ചട്ടിക്കകത്ത് ഒരു 3/4 ഭാഗത്തോളം തന്നെ ചെറിയൊരു വായ്വട്ടം മാത്രമേ നിറയ്ക്കാത്തതുള്ളൂ, ബാക്കിയെല്ലാം നിറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ കട്ട കുത്തി ഇങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് നമുക്ക് മണ്ണൊന്ന് നൈസായിട്ടൊന്ന് പൊടിച്ചിട്ടേക്കാം. ബാക്കി ഇച്ചിരി ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഒരു സീഡ് നമ്മളിതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലെയറും കൂടെ ഒരു തിൻ ലെയറും കൂടെ നമുക്കിതൊന്ന് മൂടാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി കുറച്ച് സോയിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ലെവലാക്കിയിട്ട് വരാം.
ഈ മല്ലിച്ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഒത്തിരി ചൂടും വേണ്ട, ഒത്തിരി തണുപ്പും വേണ്ട, അന്ന് അത്യാവശ്യമുള്ള ചൂടും വേണം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ മല്ലിച്ചെടി വളരത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് തണുപ്പുള്ള സ്ഥലത്തായതുകൊണ്ട് ഞാൻ കിച്ചൻ്റെ സൈഡിൽ വിൻഡോയിൽ കുറച്ച് അധികം വെളിച്ചം സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് ഞാൻ സാധാരണ വെക്കാറ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരിയും ചൂടും തണുപ്പൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് മാറ്റി വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ മണലെല്ലാം അല്ലെങ്കിൽ സോയിലെല്ലാം ഞാനതൊന്ന് ലെവലാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു കുഞ്ഞൊരു കമ്പോ അല്ലെങ്കിൽ ഒരു ഈർക്കിൽ കഷ്ണോ എടുത്തിട്ട് ഞാനൊരു ചെറിയ വട്ടം ഇങ്ങ് വരയ്ക്കുവാണ്. കാരണം ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വട്ടത്തിലാണ് ഇത് നടുന്നത്. അപ്പോൾ അതാ ചെറിയൊരു ഔട്ട്ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എളുപ്പമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ വഴി മാറിപ്പോവും. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഒരു മാർക്കിങ് ഞാൻ ചെയ്യാണ്. അപ്പം നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ഓരോ സീഡുകളായിട്ട് ഇതിനകത്ത് ഇടാന്നുള്ളതാണ്. പക്ഷേ ഇടുമ്പോൾ എപ്പോഴും അടുപ്പിച്ച് തന്നെ ഇടണം, എങ്കിലാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തുള്ളൂ. ഇത് വലുതായി വരുമ്പോഴത്തേക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പെട്ടെന്നൊന്നും അതങ്ങ് എന്നാ പറയുക, ആടി ഒരു കാറ്റ് വരുമ്പോഴോ അങ്ങനെയൊന്നും അത് ആടി പോകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എല്ലാം അടുപ്പിച്ചങ്ങ് ഇടുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിത് 2-3 ചട്ടിയിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. അപ്പം എനിക്കിതൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുഞ്ഞു ചട്ടിയിൽ വെക്കാനുള്ള കാരണം തന്നെ ഞങ്ങൾ കിച്ചണിലാണ് ഇത് വെച്ചിട്ടുള്ളത്, സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പുറത്ത് നല്ലൊരു വെളിച്ചം കാണുവാണെന്നുണ്ടെങ്കിൽ ഉടനെ നമുക്ക് അത് എടുത്തുകൊണ്ട് പോയി പുറത്ത് വെക്കാനൊക്കെ എളുപ്പമാണ് കുഞ്ഞു ചട്ടിയിൽ വെക്കുമ്പം. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. ഇങ്ങനെ തണുപ്പുള്ളൊക്കെ ഒരു രാജ്യത്താണ് അല്ലെങ്കിൽ പുറത്ത് ഗാർഡൻ ഇല്ല എന്നുള്ളവരൊക്കെ ആണെന്നുകൊണ്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു തിൻ ലെയർ നമ്മളിതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒത്തിരി മണ്ണിട്ട് നമ്മളിതിന് മൂടിക്കളയരുത്, വളരെ തിന്നായിട്ട് ജസ്റ്റ് അതൊന്ന് മൂടിക്കെടുക്കാൻ പാകത്തിന് ഒരു തിൻ ലെയർ ഇടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അരിപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അരിപ്പയിൽ അങ്ങ് ഒന്ന് സീവ് ചെയ്തിടുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ അരിപ്പ യൂസ് ചെയ്യാറില്ല. ഞാനിപ്പോൾ ഇത് കുറച്ച് നാളായി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പം ആ ഒരു ലെവൽ നമുക്കറിയാം. ഞാനപ്പോൾ അത് വളരെ ലൈറ്റായിട്ടാണ് ഇടുന്നത് കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, വളരെ കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോകുന്നുള്ളൂ. അപ്പം ഇതാ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ മല്ലി. ഇനി ഒന്ന് പതുക്കെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക, വളരെ ഹാർഡായിട്ടല്ല, ജെൻറ്റിലായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി നമ്മൾ വെള്ളം എപ്പോഴും ഒഴിക്കുമ്പം ഇതിൻ്റെ സൈഡിൽ കൂടെയാണ്, അതിൻ്റെ ആ ഒരു കോർണർ കൂടെയാണ് നമ്മൾ ഒഴിക്കുന്നത്. ഒരിക്കലും നമ്മൾ നേരിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഒഴിക്കാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പം പുറമേക്ക് ഇപ്പോൾ എനിക്കറിയില്ല, നാട്ടിലൊക്കെ അവൈലബിൾ ആയിരിക്കും തോന്നുന്നു, ഇങ്ങനെ സ്പ്രേ പോലെ നമുക്ക് നനയ്ക്കാൻ പറ്റുന്ന ഒരു മഗ്ഗൊക്കെ കിട്ടും. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിൽ എടുക്കുക. ബോട്ടിലെടുത്തിട്ട് ബോട്ടിലിൻ്റെ ലിഡിൽ നമ്മളൊരു പിൻ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. ഹോൾസ് എന്ന് പറയുമ്പോൾ ഒരു 3-4 ഹോൾസ് മതിയാവും കേട്ടോ. ഒത്തിരി ഹോൾസ് വന്നാൽ ഒത്തിരി വെള്ളം അങ്ങ് വീഴും. അതുകൊണ്ട് ഞാനിവിടെ ഒരു 4 ഹോൾസ് ഞാൻ ഇടുന്നുള്ളൂ. അതും വളരെ ഒരൊറ്റ പിൻ പോയിന്റിലേ ഞാൻ ചെയ്യുന്നുള്ളൂ, ഒത്തിരി അങ്ങ് വലുതാക്കുന്നില്ല. കണ്ടോ, ഇത്രയും ഹോൾസ് ഞാൻ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ആ ബോട്ടിലൊന്ന് ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ എന്നും നനയ്ക്കാറ്. എപ്പോഴും ഈ ഒരു ബോട്ടിൽ എപ്പോഴും ഈ മല്ലി ഈ ചെടിച്ചട്ടിയുടെ അടുത്ത് തന്നെ ഞാൻ വെച്ചിട്ടുണ്ടാവും. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് നനയ്ക്കാറ്. ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും മേലേക്കോടെ വളരെ ഫോഴ്സ്ഫുള്ളി ഇതിനകത്ത് നനയ്ക്കരുത്, കാരണം ഇതിനകത്തുള്ള സീഡ്സ് എല്ലാം അത് ഒഴുകിപ്പോവും. അങ്ങനെ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ ഇത് പിടിക്കത്തില്ല. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ആദ്യത്തെ ഒരു ഇതൊന്ന് നട്ട ഉടനെ തന്നെ. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു പ്രോസസ്സ്, നടുക എന്നുള്ളൊരു പ്രോസസ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു 2 ആഴ്ചയ്ക്കകം, എനിക്ക് 10 ദിവസത്തിനൊക്കെ ചെറുതായിട്ട് മുളയ്ക്കാൻ തുടങ്ങും. ഒരു 10 ദിവസം എടുക്കും കേട്ടോ ചെറുതായിട്ട് മുളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഒത്തിരി വെള്ളം ഇതിന് പറ്റില്ല. ഒത്തിരി വെള്ളം ആയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വാടിപ്പോവും, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അപ്പം ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇത് പ്ലാന്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് ഒരു 7-10 ദിവസമൊക്കെ എടുക്കും ഇതൊന്ന് മുളച്ച് വരാനായിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഇത് ഞങ്ങൾ മുന്നേ ചെയ്ത് വെച്ചിരുന്നതാണ്, ഒരു മാസമൊക്കെ മുന്നേ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ ഒരു 2-3 പോട്ടിലാണ് ഞാൻ ഇങ്ങനെ ഇതൊന്ന് നടുക. അപ്പോൾ നമുക്കത് ഇപ്പോൾ കിച്ചണിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാനും അതൊന്ന് പെട്ടെന്ന് വെയിൽ കണ്ട പുറത്ത് കൊണ്ട് വെക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ പോട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പുറമെ ഉള്ള ഗാർഡനൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും നല്ലത് ഇതുപോലെ ചെയ്യാനാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. അപ്പം നമുക്ക് ഇതുപോലെ ഫ്രഷ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ, പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നല്ല ക്വാളിറ്റി ഉള്ള മുഴുവൻ മല്ലി മേടിക്കണമെന്നേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും ഞാൻ ഇപ്പം ഞാൻ നട്ടതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ഉടനെ ഇടാം കേട്ടോ. അപ്പോൾ ഇതിനുള്ള വെള്ളം ഞാൻ നനയ്ക്കുന്നത് നമ്മൾ ഓൾറെഡി ഇങ്ങനെ ബോട്ടിലിൽ എടുത്ത് വെച്ചിരുന്ന വെള്ളത്തിൽ തന്നെയാണ്. ഞാൻ അതിൻ്റെ ചുറ്റോറുമാണ് ഞാൻ നനയ്ക്കുന്നത്. ഒരിക്കലും ഞാൻ ഇതിൻ്റെ മിഡിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. അതിൻ്റെ ചുറ്റോറും ഞാൻ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആണ് നമ്മളിത് നനയ്ക്കുന്നത്. ഒരിക്കലും അത് ഒത്തിരി അങ്ങ് സ്ക്വീസ് ചെയ്യരുത്, വളരെ ലൈറ്റായിട്ട് മാത്രം ഒന്ന് സ്ക്വീസ് ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും തണ്ട് ഇതിൻ്റെ മുറിക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കുമ്പോൾ എപ്പോഴും ഒത്തിരി താഴേക്ക് ഇറങ്ങി നമ്മളിതിൻ്റെ ഇല എടുക്കരുത്. നമ്മളെപ്പോഴും അതിൻ്റെ ഒരു കുറച്ച് മോൾ ഭാഗത്തു നിന്ന് ഒരു പകുതി വെച്ചിട്ട് നമുക്കൊന്ന് ഒടിച്ചിട്ട് നമ്മുടെ കറികളിലൊക്കെ ഉപയോഗിക്കാൻ എടുക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെയാണ് ഞാനിത് ഞങ്ങളുടെ കിച്ചൻ്റെ പുറകിലാണ് ഞാനിപ്പോൾ വെക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ വിൻഡോയിൽ കുറച്ചൊക്കെ വെളിച്ചം ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ വേപ്പില വെച്ചിട്ടുണ്ട്. അപ്പോൾ വേപ്പിൻ്റെ ഇല ഒന്ന് പിടിച്ച് വരികയാണ് ഞങ്ങൾക്ക്. അപ്പം ഇവിടെ തന്നെയാണ് ഞാനിനി മല്ലിയുടെ ചട്ടിയും ഞാൻ ഇവിടെയാണ് വെക്കാൻ പോകുന്നത്. കാരണം ഇവിടെയാണ് ഞങ്ങൾക്ക് 2 സൈഡിൽ നിന്നും വെയിൽ വരുന്നത്, കുറച്ച് ഇവിടെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്ത് കൊണ്ട് വെച്ച് ആ പുറത്തത്തെ ഒരു കാറ്റൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സാരമില്ല, അതിപ്പോൾ കുറച്ചൊന്ന് വെയിലടിക്കുമ്പോഴത്തേക്കും അതങ്ങ് നീർന്നു വന്നോളും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കിച്ചൻ്റെ പുറകിൽ. വളരെ എളുപ്പത്തിൽ നമ്മുടെ കിച്ചണിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കുകയായിരിക്കും. പക്ഷേ ആ സ്പേസിൽ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം ആവശ്യത്തിന് വെളിച്ചം, സൺലൈറ്റ് കിട്ടുന്നുണ്ടെന്ന് കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിനധികം ഉള്ള സൺലൈറ്റ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അപ്പം ഇത് കാണുന്ന എല്ലാവർക്കും നമുക്ക് വീട്ടിൽ തന്നെ, അമ്മമാർക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മുഴുവൻ മല്ലിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ കാണുന്ന മല്ലിയില. അപ്പോൾ നമുക്കിനി കറികൾക്കൊക്കെ ഇനി പുറത്തുനിന്ന് മേടിക്കാൻ നിൽക്കണ്ട, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കറിക്കകത്ത് ഇടാം. ഇനി പറ്റുവാണെന്നുണ്ട് ഇതുപോലത്തെ 2, 3 കുഞ്ഞു കുഞ്ഞു പോട്ടുകളിൽ നമ്മൾ ഇതുപോലെ മല്ലി നട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. കാരണം നമുക്ക് പല ബാച്ചായിട്ട് തന്നെ നമുക്ക് നടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഒരാഴ്ചയിൽ ഞാനിങ്ങനെ നടാറുണ്ട്. അപ്പോൾ അതാവുമ്പോൾ, കാരണം മല്ലിയില കുറച്ചധികം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ, പ്രത്യേകിച്ച് സാലഡിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചിക്കൻ കറിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും. അപ്പം ഇത് ഏറ്റവും നല്ലത് ഇതുപോലെ അങ്ങ് കുഞ്ഞു കുഞ്ഞു പോട്ടുകളിൽ നിങ്ങളുടെ ആവശ്യാനുസരണം വെക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എളുപ്പമുണ്ട് ഇതെങ്ങനെ മാറ്റിയെടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെടുക്കാനുള്ള എളുപ്പവും നമുക്കുണ്ട്. ഇനി ഇത് നടാൻ കറക്റ്റ് ഉള്ള സമയം എന്ന് പറയുന്നത് മാർച്ചിനും മെയ്ക്കും ഇടയ്ക്കാണ്, അതായത് സമ്മർ സീസണിലാണ് കേട്ടോ. ഇപ്പോൾ പുറം രാജ്യത്തുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സമ്മർ സീസണിൽ മാക്സിമം ചട്ടിയിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ നോക്കുക. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ സമ്മർ സീസണാണ്. അപ്പോൾ ഞാനിതുപോലെ ഒരു 3-4 ചട്ടിയിൽ ഞാനിതുപോലെ പാവി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് പാവി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ ഇത് പതുക്കെ വിത്ത് ഇങ്ങനെ പൊട്ടി മുളയ്ക്കാനൊക്കെ തുടങ്ങും. അത് കഴിഞ്ഞ് ഒരു മാസം, ഒരു 30 ദിവസമൊക്കെ എടുക്കും കേട്ടോ. ഇതൊന്ന് ഈ ഒരു പരുവത്തിനായി വരണമെന്നുണ്ട്. ഇത്രയും ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഇത്രയും വിത്തിന് അല്ലെങ്കിൽ ഇത്രയും മല്ലിക്കുള്ള ആ ഒരു മല്ലിയില വരുന്നത്, ഈ ഒരു പാകത്തിനുള്ള മല്ലിയില വരുന്നതിന് 30 ദിവസം എടുക്കും. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക, അറിയിക്കുക. ഞാൻ ഉടനെ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.